ഈ വർഷം മുതൽ, അതായത് 2026 മുതൽ സൗദി അറേബ്യ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട മേഖല മക്ക മദീന കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ടൂറിസമാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തമായ പാക്കേജുകളാണ് ഉംറക്കായി എത്തുന്നവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമാണ് ഉംറ വിസകളിൽ വന്നുകൊണ്ടിരിക്കുന്ന നിയന്ത്രണം. എന്തൊക്കെയാണ് നിലവിൽ ഉംറ വിസ അനുവദിക്കുന്നതിലെ രീതി? എന്തൊക്കെയാണതിൽ ശ്രദ്ധിക്കേണ്ടത്? സമീപകാലത്ത് 1800ഓളം കമ്പനികൾക്കാണ് മന്ത്രാലയത്തിൻ്റെ വിലക്ക് വന്നിരിക്കുന്നത്. ഈ വിലക്കിന് കാരണം വേണ്ട വിധത്തിലുള്ള സൗകര്യങ്ങൾ തീർത്ഥാടകർക്ക് നൽകാത്തതാണ്. അതുകൊണ്ട് നാട്ടിലെ ട്രാവൽസുകളും നാട്ടിൽ നിന്ന് ഉംറക്ക് വരുന്നവരും എന്തെല്ലാം ശ്രദ്ധിക്കണം? ഒപ്പം പ്രവാസികളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. സൗദി അറേബ്യയിലെ ഉംറ മേഖലയെ കൂടുതൽ സുതാര്യമാക്കാനുള്ള ശ്രമത്തിലാണ് രാജ്യം. ഇതിൻ്റെ ഭാഗമായി ഓരോ വർഷവും നിയമങ്ങൾ പരിഷ്കരിച്ചു പോരുന്നു. ഉംറ വിസകൾ വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യവും വന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ ജോലിക്കും മറ്റു സന്ദർശനങ്ങൾക്കും മാത്രമായി ഉപയോഗിക്കുന്ന സ്ഥിതി. ഇതോടെ വിസകൾ അനുവദിക്കുന്ന രീതിയിൽ തന്നെ മാറ്റം വരുത്തി. ഉംറക്കായി സർവീസ് നടത്താൻ സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെ ലൈസൻസ് ഉള്ളത് 5800 കമ്പനികൾക്കാണ്. ഇതിൽ 1800ഓളം കമ്പനികൾക്ക് ഇപ്പോൾ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. റമദാൻ അടുക്കുകയാണ്. പലരും ഉംറക്കായി കാത്തിരിക്കുന്ന സമയം. ഇതിനിടയിലാണ് ഈ നടപടിയുണ്ടായത്. ഈ സാഹചര്യത്തിൽ ഉംറക്കായി എത്തുന്നവരും അവരെ കൊണ്ടുവരുന്നവരും അറിയേണ്ട വിവരങ്ങളാണ് പങ്കുവെക്കുന്നത്. കാരണം ഇതുവരെ വീഴ്ചകൾക്ക് സൗദിയിലെ കമ്പനികൾക്കെതിരെ മാത്രമാണ് നടപടിയുണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ നാട്ടിലെ കമ്പനികൾക്ക് പോലും വിലക്ക് വീണു തുടങ്ങിയിരിക്കുന്നു. വിസകൾ ഇഷ്യൂ ചെയ്തതിൽ പല സമയങ്ങളിലായി സൗദി അറേബ്യ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഹാജിമാർക്ക് കൂടുതൽ സൗകര്യം ലഭിക്കാൻ വേണ്ടിയാണ് മാറ്റങ്ങളെല്ലാം. അതിൽ നിന്നും തുടങ്ങാം. ഹാജിമാർക്ക് വരുന്ന ഉംറക്കാർക്ക് പിന്നെ ഉംറ പാസഞ്ചേഴ്സിന് എല്ലാ രീതിയിലും സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇവിടുന്ന് തിരിച്ചു പോകാനുള്ള രീതിയിലുള്ള പുതിയ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മക്ക മദീന സിയാറത്ത് ഉണ്ടായിരുന്നു. ആ മക്ക മദീന സിയാറത്തിൻ്റെ കൂടെ ഇപ്പോൾ അഡീഷണൽ തായിഫ് സിയാറത്ത്, മ്യൂസിയം സിയാറത്ത്, പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ അവർക്കൊരു പാർട്ടി വെച്ച് അവർക്കൊരു ഫുഡ് സാധനങ്ങൾ സപ്ലൈ ചെയ്ത് അങ്ങനത്തെ കുറച്ച് അഡീഷണൽ സർവീസുകൾ ആരൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതോ ആ കമ്പനികളെ ടാർഗറ്റ് ചെയ്തിട്ട് അവർക്ക് എല്ലാ ഫെസിലിറ്റീസും തുറന്നിട്ട് കൊടുക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഉംറ വിസകൾ ഇഷ്യൂ ചെയ്യുന്നത്. സൗദിയിലുള്ളവർക്ക് നാട്ടിലുള്ളവരെ ഉംറക്കോ അനുബന്ധ സന്ദർശനത്തിനോ കൊണ്ടുവരാനുള്ള രീതിയിലും മാറ്റം വരുത്തി. ഹോസ്റ്റ് അപ്രൂവൽ എന്ന രീതിയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു 3-4 മാസമായിട്ടുള്ളതാണ് ഹോസ്റ്റ് അപ്രൂവൽ. ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു ഫാമിലിനെ നിങ്ങൾ ഒരാളെ ഫാമിലിനെ കൊണ്ടുവരികയാണെങ്കിൽ ഒരാളെ ഇക്കാമൻ്റെ മുകളിൽ 5 ആളെ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം, അത് ഹോസ്റ്റ് അപ്രൂവൽ. അതിൻ്റെ ആവശ്യകത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാൾ സൗദിയിൽ നിൽക്കുന്ന ഇപ്പോൾ ഒരു 90 ഡേയ്സ് നിൽക്കുന്ന ഒരു പാസഞ്ചർ ആണെങ്കിൽ അയാൾക്ക് 2 രീതിയാണുള്ളത്. ഒന്ന് ഹോസ്റ്റ് അപ്രൂവലിൽ ഒരാളെ ഡിപ്പെൻസിൽ നിൽക്കാം. അതല്ലെങ്കിൽ ഈ 90 ഡേയ്സിന് മക്കയിലോ മദീനയിലോ ഹോട്ടൽ അപ്ഡേറ്റ് ചെയ്തോണം, ഹോട്ടൽ പർച്ചേസ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്തോ. അപ്പോൾ ഈ ഹോട്ടൽ പർച്ചേസ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ പോലും നിൽക്കാൻ പോകുന്നില്ല. അപ്പോൾ വെറുതെ വിസയ്ക്ക് വേണ്ടിയിട്ട് ഹോട്ടൽ അപ്ഡേറ്റ് പർച്ചേസ് ചെയ്യാറുണ്ടാൽ വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാവും. അപ്പോൾ അതിന് ഹോസ്റ്റ് അപ്രൂവൽ ഇടാം. ഹോസ്റ്റ് അപ്രൂവൽ ഇട്ടിട്ടാണ് ഈ പുതിയ വിസകൾ 2 ഒന്ന് ഗ്രൂപ്പ് വിസകൾ, ഒന്ന് ഹോസ്റ്റ് വിസകൾ. ഈ 2 വിസകളാണ് ഇപ്പം നിലവിൽ ഉള്ളത്. ഈ വർഷം മുതൽ എല്ലാ ഉംറ വിസകളിൽ വരുന്നവർക്കും ഗുണമാകുന്ന തരത്തിലാണ് നിയമം. എന്നു മാത്രമല്ല, മികച്ച സർവീസ് നൽകാത്ത ഉംറ കമ്പനികൾക്ക് അടുത്ത വർഷത്തോടെ പിടിച്ചു നിൽക്കാനാകില്ല. മുമ്പ് ഇഷ്യൂ ചെയ്തതും ഇപ്പോൾ ഇഷ്യൂ ചെയ്തതും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ വർഷം നുസുക്കായിരുന്നു, ഇപ്പം നുസുക്ക് മസാർ എന്ന് പറഞ്ഞ ഒരു സിസ്റ്റത്തിലാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം ഒരു വിസ ഇഷ്യൂ ചെയ്യണമെങ്കിൽ, ഒരു ഗ്രൂപ്പിന് വിസ ഇഷ്യൂ ചെയ്യണമെങ്കിൽ ഹോട്ടൽ എഗ്രിമെൻറ്റ്, ട്രാൻസ്പോർട്ട് എഗ്രിമെൻറ്റ്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. അങ്ങനെ ഇഷ്യൂ ചെയ്ത് പോകാറായിരുന്നു. അതുകൊണ്ട് തന്നെ വരുന്ന പിൽഗ്രിംസിന് ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു. ഹോട്ടലുകാരന് ചെല്ലുമ്പോൾ എൻ്റെ അടുത്ത് റൂമില്ല എന്ന് പറയും, റോട്ടിലിരിക്കേണ്ട അവസ്ഥ, പറ്റിക്കപ്പെടുന്ന അവസ്ഥ, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ. ഇപ്പോഴത്തെ സിസ്റ്റം എന്താ വെച്ചാൽ, ഒരു ഗ്രൂപ്പ് വരികയാണ്, അത് 15 ഡേയ്സ് പാക്കേജാണ്. 10 ഡേയ്സ് മക്ക, 5 ഡേയ്സ് മദീനയാണെങ്കിൽ 10 ദിവസം മക്കയിലെയും 5 ദിവസം മദീനയിലെയും ഹോട്ടൽ അപ്രൂവൽ
നുസുക്ക് വഴി കിട്ടിക്കൊള്ളണം. അത് കിട്ടിക്കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഹോട്ടലുകാരന് അത് മറ്റാർക്കെങ്കിലും വിൽപ്പന നടത്തി എന്തെങ്കിലും ചെയ്താലും ഹോട്ടലുകാരൻ അവർക്ക് റൂം കൊടുത്തോളണം അവർ അക്സെപ്റ്റ് ചെയ്താൽ. ഇതാണ് പുതിയ സിസ്റ്റം. ഇതൊക്കെ ഒരു പഴുതുകൾ അടച്ചടച്ച് കൊണ്ടുവരികയാണ്. ഇപ്പോഴും ഫുള്ളായിട്ടില്ല. ഓരോ പഴുതുകൾ. ഇനി ഫുഡ് വരാനുണ്ട്. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ കാറ്ററിങ്ങും ഈ വിസ ഇഷ്യൂ ഐഡിയിൽ വരും. കാറ്ററിംഗ് കമ്പനികൾക്ക് അതിൻ്റെ സാധ്യതകൾ എല്ലാ സാധനങ്ങളും വെച്ചിട്ട് അതും വരും. അപ്പോൾ ഈ പഴുതുകൾ അടിച്ചു കൊണ്ടുവരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ വരുന്ന ഒരു ഹാജി ഇവരൊരു ഡ്രീമിലുള്ള ഒരു പിൽഗ്രിംസ് വന്നു പോണ ഒരു സിസ്റ്റം ഉണ്ട്. മക്കയിൽ വന്ന ആൾ മക്ക കണ്ടു, ഉംറ ചെയ്തു, മക്കയിൽ കാണേണ്ട സംഭവങ്ങൾ കണ്ടു, മറ്റേ മ്യൂസിയം കണ്ടു, എല്ലാ സാധനവും കണ്ടു, മദീനയിൽ പോയി, റൗലയിൽ പോയി, മദീനയിലുള്ള മ്യൂസിയം, മുസാഫ് മ്യൂസിയം, ഈ സാധനങ്ങളൊക്കെ ഈ സംഭവങ്ങളൊക്കെ കണ്ടിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് ഒരു ഹാജി തിരിച്ചു പോകാൻ പാടുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഉംറ കമ്പനികൾക്ക് പ്രത്യേക ഒരു സെക്ഷൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ക്വാളിറ്റി സർവീസ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ നമ്മൾ അഡീഷണലായിട്ട് കൊടുക്കുന്ന ഓരോ സർവീസുകളും ഫോട്ടോ വീഡിയോ സഹിതം അവർക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കാറ്റഗറി 3-4 കാറ്റഗറികളാണ്. ഗ്രീന്, സിൽവർ, ഓറഞ്ച്, റെഡ്. ഈ കാറ്റഗറികൾ ഹൈ ആയിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ ഇപ്പോൾ ഗ്രീൻ കാറ്റഗറിയിലുള്ള കുറച്ച് തുച്ഛം കമ്പനികളുള്ളൂ. അതിൻ്റെ കാരണം അവരെ ക്വാളിറ്റി സർവീസ് അവർ കൂട്ടിയത് കൊണ്ടാണ്. അപ്പോൾ അവരുടെ ഡ്രീം ഇതാണ്. ഈ വർഷത്തിൻ്റെ എൻഡോട് കൂടി അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ സ്റ്റാർട്ടിങ്ങിൽ എന്താണോ അവരുടെ ഡ്രീം, ആ ഡ്രീമിലേക്ക് അവരതിനെ ഫിക്സ് ചെയ്തിരിക്കും. ഇതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ 1800 കമ്പനികളുടെ സർവീസ് റദ്ദാക്കിയ നടപടി. നേരത്തെ ആളുകൾക്ക് വരാൻ ചട്ടങ്ങൾ പാലിക്കാതെ ഉംറ വിസ അനുവദിച്ചതിനാണ് ഈ നടപടിയുണ്ടായത്. ഇതിൽ പാക്കേജ് എന്നൊരു സിസ്റ്റം കൂടി വന്നിട്ടുണ്ട്. അതായത് പറഞ്ഞ സർവീസ് ഉംറക്കാർക്ക് കിട്ടിയിരിക്കണം. പുതുതായി കുറേ കമ്പനികളെ ബാൻ ചെയ്തു എന്നുള്ളൊരു റിപ്പോർട്ട്. 1000, 2000, 3000 കമ്പനികൾ. അതിൽ റിപ്പോർട്ടിൻ്റെ ഇതിലുള്ള എന്താ വെച്ചാൽ പുതുതായി സൗദി കമ്പനികളല്ല ബാൻ ചെയ്തിട്ടുള്ളത്, എക്സ്റ്റേണൽ ഏജൻറ്റുകളാണ്. എക്സ്റ്റേണൽ രാജ്യത്തുള്ള ഓരോ അയാട്ട ഏജൻസികൾ സൗദി കമ്പനിയുമായിട്ട് എഗ്രിമെൻ്റ് ഉള്ള ആളുകളെയാണ് ബാൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ സൗദി കമ്പനികളെയും ബാൻ ചെയ്തിട്ടുണ്ട്. അത് തുച്ഛമായ കമ്പനികളേ ഉള്ളൂ. ഈ ബാൻ ചെയ്യാനുണ്ടായ കാരണം എന്താ വെച്ചാൽ ഈ ക്വാളിറ്റി ഓഫ് സർവീസ് ഉണ്ടല്ലോ, ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന ക്വാളിറ്റി, ആ ക്വാളിറ്റിയിലേക്ക് അവരെത്തിയില്ല എന്നുള്ളതാണ്. ഒരു ഉംറ വിസ ഇഷ്യൂ ചെയ്യുമ്പോൾ നോർമലി മനസ്സിലാക്കേണ്ട ഒരു സാധനം, പണ്ടായിരുന്നെങ്കിൽ ഉംറ വിസ ഇഷ്യൂ ചെയ്തു വന്ന് പോയി കുടുംബത്തിൻ്റെ കൂടെ നിന്ന് പോയി, അങ്ങനെയല്ല. ഇപ്പോൾ ഒരു വിസ ഇഷ്യൂ ചെയ്ത് തന്ന് കഴിഞ്ഞാൽ ഒരാൾ വരുന്ന കറക്റ്റ് ഫ്ലൈറ്റ്, ഏത് ഫ്ലൈറ്റാണോ ഏത് ഡേറ്റിനാണോ അറൈവൽ, ഈ അറൈവലും ഈ സെയിം ഫ്ലൈറ്റിനും അല്ല അയാൾ അറൈവൽ ആയിട്ടുള്ളെങ്കിൽ അയാളെ ഡാറ്റ ഉണ്ടാവുക റോങ് എൻട്രി ഡാറ്റ ഉണ്ടാവുക. ഈ റോങ് എൻട്രി ഡാറ്റയ്ക്ക് എക്സ്റ്റേണൽ ഏജൻറ്റിൻ്റെ 0% കുറയും. ഈ ഇറങ്ങിയ ആൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് അയാൾക്ക് മക്കയിൽ ഉംറക്ക് പോകാൻ പെർമിറ്റിൻ്റെ ആവശ്യമില്ല. പക്ഷേ സിസ്റ്റത്തിൽ നമ്മൾ ഉംറ പെർമിറ്റ് ഇഷ്യൂ ചെയ്തോളാം. അത് ഇഷ്യൂ ചെയ്തിട്ടില്ലെങ്കിൽ ഉംറ പെർമിറ്റിൻ്റെ ശതമാനം കുറയും. പിന്നെ അയാൾക്ക് റൗണ്ട് ട്രിപ്പ് ഗ്രൂപ്പാണെന്നുണ്ടെങ്കിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നതിന് ബസ്സിനുള്ള തൊഫീജ്, മദീനയിൽ നിന്ന് തൊഫീജ്, സിയാറ, മക്ക സിയാറ, ഇങ്ങനത്തെ കുറേ ക്വാളിറ്റി സർവീസുകളുണ്ട്. ഈ സർവീസുകൾ ഫോളോ അപ്പ് ചെയ്യാതെ വിസ മാത്രം ഇഷ്യൂ ചെയ്തു പോയ കമ്പനികളാണ് ഒന്ന് ബ്ലോക്ക് ചെയ്തത്. അതിൻ്റെ കാരണം അവരെ ശതമാനം, ടോട്ടൽ വർക്കിൻ്റെ ശതമാനം ഒരുപാട് താഴെ എത്തിയത് കൊണ്ട് അവരെ സ്റ്റോപ്പ് ചെയ്താണ്. പറഞ്ഞിട്ടുള്ളത് 10 ദിവസത്തിന് വാൺ ചെയ്യാനെന്നാണ്. 10 ദിവസം കഴിഞ്ഞ് തുറന്നാൽ അവരെ വിസൻ്റെ അവൈലബിലിറ്റിൻ്റെ ക്വാണ്ടിറ്റി ലിമിറ്റ് ഉണ്ടാവും, അതൊന്നും അറിയില്ല. ഇതാണ് ഒന്ന്. രണ്ടാമത് ഉള്ളത് ഈ ബ്ലോക്ക് ചെയ്യാണ്ടായ മറ്റൊരു കാരണം, ഇപ്പോൾ ഒരു ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ 50 ആളുടെ ഒരു ഗ്രൂപ്പാണ് നമ്മൾ ഇഷ്യൂ ചെയ്യണമെന്ന് വെച്ചോളി. ഈ 50 ആൾക്ക് 10 ദിവസം മക്കയിലെ ഹോട്ടലും 5 ദിവസം മദീനയിലെ ഹോട്ടലും ഇഷ്യൂ ചെയ്തു. വിസ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ 15 ദിവസം കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പ് റിട്ടേൺ പോയിക്കൊള്ളണം. 16ാമത്തെ ദിവസം ഒരു ഇവിടെ സ്റ്റേ ഉണ്ടെങ്കിൽ ഏത് ലൊക്കേഷനിലാണോ സ്റ്റേ ചെയ്യുന്നത് ആ ലൊക്കേഷനിലെ ഹോട്ടൽ പർച്ചേസ് ചെയ്തിട്ട് ഓരോ പാക്കേജിന് അപ്ഡേറ്റ് ചെയ്തോളണം. ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവരെന്താ സംഭവിക്കാൻ പോകണം, 16ാമത്തെ ദിവസം എക്സ്പയർ പാക്കേജ് എന്ന് പറഞ്ഞൊരു ഇതിലേക്കാണ് ഇത് പോകാൻ പോകണം. ഇതിന് അവരിതിൽ ടാർഗറ്റ് ചെയ്യണത് എന്താ വെച്ചാൽ വിസ ഇഷ്യൂ ചെയ്യാൻ 4 ദിവസത്തെ ഹോട്ടൽ മതി, മക്കയിൽ 4 ദിവസത്തെ ഹോട്ടൽ മതി, മദീന വേണമെന്നില്ല. അപ്പം പല കമ്പനികളും ഇങ്ങനെ വിസ ഇഷ്യൂ ചെയ്യുക, എക്സ്പയർ പാക്കേജായി കിടന്നിട്ട് ആളുകൾ കയറി പോവുക. അപ്പോൾ ആ ഒരു ക്വാളിറ്റി സർവീസ് ശരിക്കും അതിൻ്റെ രീതിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് വാൺ ചെയ്തിട്ട് പൂട്ടിയതാണ്. ഇപ്പോൾ ഈ ഒരു 10 ദിവസമാണ് സമയം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ എല്ലാ ആളുകളും എന്ത് ചെയ്യും, മക്കയിലും മദീനയിലും കറക്റ്റ് ഹോട്ടലിടും, കറക്റ്റ് ഹോട്ടലിട്ടിട്ട് കറക്റ്റ് എക്സിറ്റ് ഇടും. അപ്പോൾ ഈ സിസ്റ്റത്തിൽ ഒരു പാസഞ്ചർ പോലും എക്സ്പയർ പാക്കേജ് എന്ന് പറഞ്ഞ അവസ്ഥയിൽ ഉണ്ടാവില്ല.
അതില്ലാതെ വർക്ക് ചെയ്യണ കമ്പനികളാണ് ലൈവായിട്ട് ഇപ്പോൾ നിൽക്കുന്നത്. അല്ലാതെ എല്ലാവരെയും അവർ ക്ലോസ് ചെയ്തിട്ടില്ല. ക്ലോസ് ചെയ്തത് എന്തെങ്കിലും വർക്ക് ഗവൺമെൻറ് പറയുന്ന റൂൾസ് അല്ലാതെ വർക്ക് ചെയ്ത ആളുകളെ അവർക്ക് സിസ്റ്റത്തിൽ മനസ്സിലാവും, ഓലെ വർക്കിൻ്റെ ക്വാളിറ്റിയിൽ മനസ്സിലാവും. ഓട്ടോമാറ്റിക്കലി ബന്ധാവും. അങ്ങനെ ഓട്ടോമാറ്റിക്കലിയാണ് എല്ലാവർക്കും മെയിൽ വന്ന ഒരു ദിവസം ബന്ധായത്. റമളാനാണ് വരാൻ പോകുന്നത്. നാട്ടിലുള്ള കമ്പനികളും ഉംറക്കാരെ കൊണ്ടുവരുന്നവരും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. സംഭവിക്കാൻ പോകുന്നത് ഇതാണ്. നമ്മളെ സംബന്ധിച്ച് ഞങ്ങൾ ഏകദേശം 32 രാജ്യങ്ങളിൽ വർക്ക് ചെയ്യണ ഒരു സൗദി കമ്പനിയാണ്. അതിൽ ഇന്ത്യ രാജ്യം ഞങ്ങളെ നല്ലൊരു മാർക്കറ്റാണ്. മലയാളികളും ഞങ്ങളെ നല്ല കസ്റ്റമറാണ് നാട്ടിൽ നിന്നുള്ള. അപ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടിലുള്ള ഏജൻസികളൊക്കെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, റമളാനാണ് വരാൻ പോകുന്നത്. ഗ്രൂപ്പുകൾ സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ അവൈലബിൾ ആയ കമ്പനികളിൽ നിന്നും വിസ ഇഷ്യൂ ചെയ്ത് വെച്ചോളാം. കാരണം നിങ്ങൾ ടിക്കറ്റൊക്കെ ഇഷ്യൂ ചെയ്ത് വെച്ചാണെങ്കിൽ ചിലപ്പോൾ കോട്ട സിസ്റ്റം ഇവർ ആളുകളെ തിരക്ക് കുറക്കാൻ വേണ്ടി വിസകളുടെ അവൈലബിലിറ്റി കുറക്കൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രയാസത്തിലെത്തും, നഷ്ടങ്ങളിലേക്ക് എത്തും. കഴിഞ്ഞ പ്രാവശ്യം പല നഷ്ടങ്ങളും പലവർക്കും ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ അവൈലബിൾ ആയ കമ്പനികളിൽ നിന്ന് എത്രയും പെട്ടെന്ന് വിസകൾ ഇഷ്യൂ ചെയ്ത് വെച്ചോളാം. ഒന്ന്, ഈ വിസകൾ ഇഷ്യൂ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങളൊരു ഗ്രൂപ്പ് കൊണ്ടുവരുന്ന ആളാണെങ്കിൽ മക്കയിലും മദീനയിലും ആയിട്ട് എത്ര ദിവസമാണോ നിങ്ങൾ നിൽക്കുന്നത് ആ നിൽക്കുന്നതിനുള്ള ഹോട്ടൽ അപ്രൂവൽ വാങ്ങിക്കൊടുത്തിട്ടുള്ള വിസകൾ ഇഷ്യൂ ചെയ്യുക. അത് ഗ്രൂപ്പുകളുടെ കേസിൽ. രണ്ടാമത്തേതിലുള്ള ഇൻഡിവിജ്വൽ വിസ എന്ന് പറഞ്ഞ സംഭവമാണ്. ഇൻഡിവിജ്വൽ വിസ 2 രീതിയിൽ ആളുകൾ അടിക്കേണ്ടത്. ഫസ്റ്റത്തെ രീതിയിൽ ലീഗലായിട്ട് ഗവൺമെൻറ് അപ്രൂവ് ചെയ്ത രീതി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി ഒരു ഫാമിലിനെ ഒരാൾ കൊണ്ടുവരികയാണ്, അല്ല ഇൻഡിപെൻഡൻ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരാളെ ഇൻഡിവിജ്വലായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ ഒരാളെ ഇക്കാമയുടെ മുകളിൽ ഹോസ്റ്റ് ഇട്ടിട്ടേ കൊണ്ടുവരാൻ പാടുള്ളൂ. അല്ലാതെ നാട്ടിൽ പല ഏജൻസികളും ഇക്കാമ വേണ്ട, ഹോസ്റ്റ് അപ്രൂവൽ വേണ്ട, ഞങ്ങൾ വിസ തരാം എന്ന് പറഞ്ഞിട്ട് പാസ്പോർട്ടുകൾ കളക്ട് ചെയ്യുന്നുണ്ട്. ഓല് വിസ അടിച്ച് തരുന്നില്ല എന്നല്ല പറഞ്ഞാൽ ചില ആളുകൾ തരുന്നുണ്ട്. അവർ ചെയ്യുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, സൗദിയിലുള്ള ഉംറ കമ്പനീനെ ഇൻഫോം ചെയ്യാതെ ഈ വരുന്ന ഗ്രൂപ്പുകൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 50 ആളെ ഗ്രൂപ്പാണെങ്കിൽ 40 ആൾ ഗ്രൂപ്പ് കറക്റ്റ് വന്ന് പോകാനും 10 ആളെ ഇൻഡിവിജ്വൽ പഠിക്കും. ഇതിൽ സംഭവിക്കാൻ പോകണം എന്താ വെച്ചാൽ, ഈ 40 ആൾ കറക്റ്റ് ഡേറ്റിന് തിരിച്ചു പോകും. ഈ 50 ആൾക്കുള്ള പാക്കേജ് ഈ 15 ദിവസത്താവും. 16ാമത്തെ ദിവസം ഈ 10 ആൾ എക്സ്പയർ പാക്കേജായിട്ട് സിസ്റ്റത്തിൽ ഷോ ചെയ്യും. ഇപ്പോൾ എക്സ്പയർ പാക്കേജിന് തിരിച്ചു പോവാനോ അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്നതിൻ്റെയോ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഭാവിയിൽ ഇനി പുതിയ വരാൻ പോണ അപ്ഡേഷൻസ് ഹോസ്റ്റ് അപ്രൂവൽ ഇല്ലാത്ത ആളുകൾക്ക് ഇവർ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാക്കിയാൽ, പിന്നെ യാത്രാ പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ അത് ഇവർ അത്ര കറക്റ്റായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം നാട്ടിൽ ശ്രദ്ധിക്കേണ്ട ഏജൻസികൾ ശ്രദ്ധിക്കേണ്ടത്, ഇൻഡിവിജ്വൽ വിസകളാണ് അടിക്കണതെങ്കിൽ ഗ്രൂപ്പ് വിസകളാണെങ്കിൽ കറക്റ്റ് ഫുള്ള് ഹോട്ടൽ അപ്രൂവൽ വാങ്ങിക്കൊടുത്തിട്ട് അടിക്കാം. അതാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്തത് ഇൻഡിവിജ്വൽ വിസക്ക് ഇക്കാമ ഹോസ്റ്റ് ഇടാതെ അടിച്ച് വരുന്നതൊക്കെ ശരിക്കും മനസ്സിലായിക്കോളി, അത് സൗദി കമ്പനിനെ ചീറ്റ് ചെയ്യണതാണ് നാട്ടിലുള്ള ഏജൻറ്റ്. ഇങ്ങനത്തെ പണികൾ ചെയ്തതുകൊണ്ടാണ് ഇത്രയും കമ്പനികൾ ബ്ലോക്ക് ആയിട്ടുള്ളത്. അപ്പോൾ ഇൻഡിവിജ്വൽ വിസ ഇഷ്യൂ ചെയ്യണോല് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സാധനം അതാണ്. നിങ്ങൾ അറൈവൽ ടിക്കറ്റോ ടിക്കറ്റോ ഇനി നിങ്ങൾ വിസ ഇഷ്യൂ ചെയ്തതിന് ശേഷം ടിക്കറ്റ് ഇഷ്യൂ ചെയ്താൽ ഏറ്റവും ബെറ്റർ ആ ഏജൻറ്റിന് നിങ്ങൾ അറൈവൽ ടിക്കറ്റും തിരിച്ചു പോരുന്നതിൻ്റെ മുന്നേ നിങ്ങളെ ഡിപ്പാർച്ചർ ടിക്കറ്റും 8 മണിക്കൂർ മുന്നേ ഈ ഏജൻറ്റിന് എത്തിച്ച് ഏജൻറ്റ് അത് കമ്പനിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ എൻട്രി എക്സിറ്റ് കംപ്ലീറ്റ് പ്രോപ്പറായി, വേറൊന്നും അതിലില്ല, പ്രോപ്പറായി. അല്ലാത്തത് എന്താണെന്ന് വെച്ചാൽ സൗദി കമ്പനിനെ അറിയിക്കാതെ കമ്പനിനെ ചീറ്റ് ചെയ്യാണ്. കമ്പനി ഇത് അറിയില്ല, നിങ്ങൾ എക്സ്പയർ ആകുമ്പോഴേ അറിയുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഏജൻസികൾ മുഴുവൻ ബ്ലോക്ക് ആയിട്ടുള്ളത്. അതായത് ഇനി ഏത് ഉംറ വിസയിൽ വന്നാലും മടങ്ങുമ്പോൾ മടക്ക ടിക്കറ്റ് വന്നവരിൽ നിന്ന് വാങ്ങി അത് സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്യാൻ ഉംറ വിസ ഇഷ്യൂ ചെയ്തവർ തയ്യാറായില്ലെങ്കിൽ പണിയാകുമെന്ന് ചുരുക്കം. ഉംറ വിസകൾ റമളാൻ അടുക്കുന്നതോടെ എണ്ണം കുറയ്ക്കും. ഹറമിലെ തിരക്ക് പരിധി വിടാതിരിക്കാനാണ് ഇത്. വിസകളുടെ എണ്ണം കുറയുന്നതോടെ വിസകളുടെ നിരക്കിൽ ഏജൻസികൾ വർധനവ് വരുത്തുന്നുണ്ട്. ഇത് പക്ഷേ സൗദി ഭരണകൂടം വരുത്തുന്നതല്ല എന്ന് ചുരുക്കം. ഇനി ഉംറ വിസകളുടെ മറവിൽ നാട്ടിൽ നിന്നടക്കം ചില ട്രാവൽസുകൾ നടത്തുന്ന തട്ടിപ്പുണ്ട്. അത് അടുത്ത ഭാഗത്തിൽ പറയാം.